ഇവർക്ക് നമസ്കാരം. നമ്മൾ ഇന്ന് +2 2026-27 ബാച്ചിൽ മാത്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ വർഷം മാത്സ് നല്ല ടഫാണെന്നുള്ളത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ +1 എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. +1 നല്ല ടഫായിരുന്നു മാത്സ്. മാർക്കൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും അറിഞ്ഞു. പിന്നെ അതിന്റെ വാല്യുവേഷൻ ഒക്കെ ഇപ്പോൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. റിസൾട്ടൊക്കെ നിങ്ങളുടെ സ്കൂളിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഏകദേശം അറിയാനും സാധ്യതയുണ്ട്. ഇപ്പൊ +2 കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ പ്രശ്നം? നമുക്ക് ഭയങ്കര ടഫാണെന്ന് പറയുമ്പോഴും പല കുട്ടികൾക്കും A+ വാങ്ങാറുണ്ട്, അതുപോലെ ഫുൾ മാർക്കും കിട്ടാറുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അതേപോലെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറി നമുക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്ത വഴികളുണ്ട്. നിങ്ങൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് പല സ്കൂളുകളിലും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ പല ട്യൂഷൻസുകളും ഒത്തിരി കുട്ടികൾക്കുണ്ട്. പക്ഷെ എന്നിട്ടും എക്സാം ടഫ് ആവുന്നു എന്ന് പറയുന്ന ഒരു കോമൺ ടോക്ക്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ പഠിച്ചെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ആ ലാസ്റ്റിന്റെ കൺക്ലൂഷൻ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഈ എക്സാമിനേഷന് വേണ്ടി എങ്ങനെ തയ്യാറാവണം എന്നറിഞ്ഞിരുന്നാൽ വളരെ ഈസിയായിട്ട് നമുക്കിതിനെ ഫുൾ മാർക്കിൽ എത്തിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള 1-2 കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഒന്ന് ഫുൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, അത് +1 എന്തൊക്കെ റിലേഷൻ ഉണ്ട്, പുതിയ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയുണ്ട്, അതിനുള്ളിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെ ഒന്ന് അറിഞ്ഞിരുന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ സാമ്പിൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കിട്ടും. ഏതൊരു കുട്ടിക്കും ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ നല്ല മാർക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടാതെ തന്നെ കിട്ടാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതെന്നുള്ളത് നമ്മളതെല്ലാം കൃത്യമായിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ ഏത് ചാപ്റ്ററിൽ നിന്നും, 4 മാർക്സ് ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ 1 മാർക്ക് ഉണ്ടല്ലോ, ഈ MCQ ടൈപ്പ് വരും, അല്ലാതെ എല്ലാം കൃത്യമായിട്ട് തരുന്ന ക്ലാസ്സുകളാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കയറാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ +1 പഠിച്ചിട്ടുള്ള ആ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഒന്നാമത്തേത്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. +1 ഇത്തിരി ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റർ ആണ്, അതിലും ടഫാണ് +2 ഇതൊക്കെ നമ്മൾ ആദ്യമേ ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ പോലും പല സ്കൂളുകളിലും ചില സ്കൂളുകളിൽ മാത്രം ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ പല സ്കൂളുകളിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യമേ പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ എല്ലാ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ മനോവീര്യം, അവരുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ചാപ്റ്റർക്ക് ഇത്തിരി കഴിഞ്ഞിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. നമ്മളാണെങ്കിൽ അങ്ങനെ ഇത്തിരി കഴിഞ്ഞിട്ട് ആദ്യമേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ +2 പഠിക്കാനുള്ള ആ രസമേ നഷ്ടപ്പെടും. അപ്പൊ ഇത്തിരി ടഫായിട്ടുള്ള ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഏകദേശം 7 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്നും ഉണ്ട്. അപ്പൊ നമുക്ക് കളയാനും പറ്റത്തില്ല, പഠിക്കാതിരിക്കാനേ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ പഠിക്കേണ്ടതില്ല, പുതിയ പുതിയ കാര്യങ്ങളാണ് കേട്ടോ. നമ്മളെ റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് പഠിച്ചത് ചെറുതായിട്ടാണെങ്കിലും ഇപ്പൊ പഠിക്കാനുള്ള ഇത്തിരി വലിയ കാര്യങ്ങളാണ്. അതുപോലെ ഫങ്ഷൻസ് ഇത്തിരി നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ്. ഇവൻ നമ്മൾ കേൾക്കുമ്പോഴേ അറിയാം ട്രിഗണോമെട്രി ഉണ്ട് അല്ലേ, പക്ഷെ ഇൻവേഴ്സ് അത് കണ്ടോ, തല തിരിഞ്ഞവനാ പക്ഷെ നല്ലവനാ കേട്ടോ. നമ്മൾ പറയുന്നില്ലയോ അവൻ കൊള്ളാത്തവനാണെങ്കിൽ നല്ല കാര്യങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുന്ന പോലെ ഇവൻ നമുക്ക് വലിയ ഉപദ്രവകാരിയല്ല, മീൻസ് അപകടകാരിയല്ല. നമുക്ക് മാർക്കൊക്കെ തരും, 4 മാർക്കേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുഴപ്പമില്ലാതെ പഠിച്ചെടുത്ത് നമുക്ക് ഫുൾ മാർക്കും ഈ 4 മാർക്കും കിട്ടാനുള്ള വഴികളൊക്കെ സാധാരണ തെളിയാറുണ്ട്. പിന്നെ ഇതിനുള്ള ടഫ് ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് എല്ലാവരെയും കൊണ്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ വല്ല മാർക്ക് കുറഞ്ഞു തന്നിരിക്കും, അല്ലെങ്കിൽ എല്ലാം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഗ്രേറ്റ് ചാപ്റ്റർ മെട്രിസസ്. ഇവനെയാണ് നമ്മളൊക്കെ പഠിപ്പിച്ച് തുടങ്ങുന്നത്, മെട്രിസസ്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രസകരമായിട്ട് ഒരു +2 മാത്സ് തുടങ്ങാൻ പറ്റിയ ചാപ്റ്ററാണ് മെട്രിസസ്. ഇതിനുള്ളിൽ നമുക്ക് കുറച്ച് നമ്പറുകൾ കൂട്ടുക, കുറയ്ക്കുക, ഇൻറ്റു ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ കുറച്ച് ട്രിഗണോമെട്രി വരും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, തെറ്റാൻ വളരെ വളരെ വലിയ സാധ്യതയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തെറ്റാൻ സാധ്യതയാണ്. നമ്മൾ അറിയത്ത് പോലും ഇല്ല തെറ്റിയാൽ. നമ്മൾ ആ തെറ്റിയത് വെച്ചോണ്ട് മുന്നോട്ട് പോകും, ലാസ്റ്റ് തീർന്നിട്ട് ആൻസർ എന്തോ കിട്ടിയെന്നുകൊണ്ട് പോകും. പക്ഷെ വളരെ വലിയ തെറ്റ് സംഭവിച്ചുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിന്റെ പോകാൻ. ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 7 മാർക്കോളം നമ്മുടെ എക്സാമിനുണ്ട്, 7 മാർക്കോളം ഉണ്ടാവും മെട്രിസസ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ചാപ്റ്റർ ഉണ്ട്, ഡിറ്റർമിനൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യം പഠിക്കുക. 2 ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ.
ഇത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് പഠിക്കാൻ, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ 7, അങ്ങനെ 13 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി പഠിക്കാനുള്ളത്. അതിനുള്ളിൽ 4ാമത്തെ ചാപ്റ്റർ ആണ് ഇപ്പൊ എഴുതുന്നത്. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ്. ഓക്കെ, 5ാമത്തേത് വരുന്നത് നമ്മുടെ കാൽക്കുലസിലോട്ട് കയറുകയാണ്. കണ്ടിന്യൂറ്റി എന്നാണ് കേട്ടോ, ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നാണ്, ഓർ ഡെറിവേറ്റീവ്സ്. കണ്ടിന്യൂറ്റി നമ്മുടെ പ്ലസ് 1 പഠിച്ച ലിമിറ്റ്സിൽ നിന്നും അവിടുന്ന് ഒരു പടിയുടെ അല്ലെങ്കിൽ 2 or 3 പടിയുടെ മുന്നോട്ട് കയറി വന്നുള്ളതാണ് കണ്ടിന്യൂറ്റി. 2 ഡെറിവേറ്റീവിന്റെ ഫുൾ. നമ്മളിപ്പോൾ ഡെറിവേറ്റീവ് കുഞ്ഞത് ഏറ്റവും കൊച്ചു കാര്യങ്ങളാണ് പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഇത്രയും നല്ല ബ്രോഡ് നല്ല അടിപൊളിയായിട്ട് ഫുൾ നമുക്കൊരു എഞ്ചിനീയറിംഗ് ലെവലില് എത്തേണ്ട രീതിയിൽ കൂടെ തൊട്ട് മുമ്പിൽ വരെ പഠിച്ചു നിർത്തുകയാണ് ഇവിടെ. ഇതിനുള്ളിൽ നിന്നും മോശമില്ലാത്ത മാർക്കുണ്ട്, 9 മാർക്കോളം ഉണ്ട് കേട്ടോ. അത്ര എളുപ്പമല്ല ഈ 9 മാർക്ക് കിട്ടാൻ, നല്ല പണിയാണ്. പക്ഷെ അവർക്ക് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇതിന് 9 മാർക്കാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. 6ാമത്തെ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ആപ്ലിക്കേഷൻ കേൾക്കുമ്പോഴേ ഫിസിക്സിലാണെങ്കിലും മാത്സിലാണെങ്കിലും ഇത്തിരി പ്രശ്നം തന്നെയാണ് അല്ലെ, ഇവിടെയും പ്രശ്നം തന്നെയാണ്. ഇപ്പൊ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു. പല കുട്ടികളും നല്ല, എനിക്ക് തോന്നുന്നു 100ൽ 98 പേരും ചെയ്ത് കാണത്തില്ല. ചിലപ്പോ 2 പേരുടെ ഞാനങ്ങ് വിട്ടുന്നതേ ഉള്ളൂ, 2 പേര് ചെയ്ത് കാണുമെന്നുള്ളൊരു വിശ്വാസം. വളരെ ചാൻസ് കുറവായിരുന്നു. ഈ ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇത്തിരി ഏറെ ടഫായിരുന്നു. പല സ്കൂളുകളിൽ അത് പഠിപ്പിച്ചിട്ടില്ല, ട്യൂഷൻ സെന്ററുകളാണെങ്കിലും പഠിപ്പിക്കാനുള്ള സാധ്യത അത്രയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള 6 ചാപ്റ്റേഴ്സ്. ഇവരെയൊക്കെ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞ് വേണം പഠിക്കാൻ. അതുപോലെ എക്സാമിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പഠിച്ച് തീർക്കേണ്ടത്, ഇതൊക്കെ അറിഞ്ഞാൽ വളരെ ഈസിയാണ്. നമ്മൾ ഇതൊന്നും അറിയാതെ കുറെ പഠിച്ചു വെക്കും, പരീക്ഷയ്ക്കെല്ലാം നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസമില്ല ചിലത്. പക്ഷെ എക്സാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പലതും മനസ്സിലാവത്തില്ല. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് താനും. ഇതൊക്കെ എന്താ പ്രശ്നം, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചതും എക്സാമിന് വരുന്ന ചോദ്യങ്ങളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട്, ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണും തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പറ്റുന്നത്. അപ്പൊ ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചതിനെ വളരെ ഈസി ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റുന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. അപ്പൊ അതിനുവേണ്ടി എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ വരുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എന്നൊക്കെ അറിഞ്ഞു പഠിച്ചാൽ ഓക്കെയാണ്. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലോട്ട് കയറുകയാണ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇത് 2 ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ അടുത്ത 3 ചാപ്റ്റർ ഇന്റഗ്രേഷൻ ആണ്. അങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഡെറിവേറ്റീവ് ഇന്റഗ്രേഷൻ വേണ്ട. കാൽക്കുലസ് എന്നുള്ള വേർഡാണ്. കാൽക്കുലസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ, കാൽക്കുലസ്. ഇത് ഈ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട 5 ചാപ്റ്റേഴ്സിനെ വെച്ചുണ്ട് ഈ 2 പേരും. ഇനി എഴുതാൻ പോകുന്ന 7, 8, 9. 7ാമത്തെ ചാപ്റ്റർ ദ ഗ്രേറ്റ് ഇന്റഗ്രേഷൻ. ഇവനെയാണ് നമുക്ക് ഏറ്റവും പേടിക്കാനുള്ളത്, വളരെ പേടിക്കാനുള്ളത് തന്നെയാണ്. ഈ വർഷം എക്സാമിന് വന്നത് ഇപ്പോഴും പല കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്ത ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് വന്നു. അപ്പൊ ഇന്റഗ്രേഷൻ നമ്മുടെ ഇനി നിങ്ങൾ ഏത് കോഴ്സിന് പോയാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാത്സിലെ ഇന്റഗ്രേഷൻ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, 9 മാർക്കുണ്ട്. ഓക്കെ, അപ്പൊ 9 മാർക്കുള്ള 2 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് 8ാമത്തേത് നമുക്ക് ആപ്ലിക്കേഷൻ. അത് കേൾക്കുമ്പോൾ പിന്നെയും പ്രശ്നം, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ് ഇന്റഗ്രേഷൻ നേടാതെ. ഇവര് ഇത്തിരി ടഫായിട്ടുള്ളതാണ്, അത്ര ഈസി ഒന്നും അല്ല. ചിലപ്പോൾ ഈസി ആയിട്ടൊക്കെ എക്സാമിന് എളുപ്പം ചോദിക്കും, ചിലപ്പോൾ നല്ല ടഫായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ 9ാമത്തെ ചാപ്റ്റർ ദ ഗ്രേറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത് വളരെ വലിയൊരു ടോപ്പിക് തന്നെ, മാത്സിലെ ഏറ്റവും ഒരു ജയന്റ് എന്ന് തന്നെ പറയാം. അങ്ങനത്തേതാണ്. പക്ഷെ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പഠിച്ചു വെക്കാന്നേ ഉള്ളൂ, വലുതായിട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഇനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വേർഡാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിപ്പോ നമുക്ക് മാർക്ക് ഇത്തിരിയോടെ, എനിക്കൊന്ന് ഇച്ചിരി അവർക്ക് പ്രൊമോഷൻ കൊടുത്തെന്ന് തോന്നുന്നു, മാർക്ക് ഇത്തിരി കൂട്ടി കൊടുത്തിട്ടുണ്ട്. 6 മാർക്കിന്റെ സെഷൻ കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഇവർക്ക് ഇപ്പോഴാണ് തോന്നുന്നു ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. നേരത്തെ 4 മാർക്കും ഒക്കെ ഉള്ളതായിരുന്നു, ഇപ്പൊ 6 ആക്കി കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൂട്ടുക. അപ്പൊ നോക്കി, ഇതിനുള്ളിൽ നിന്നും നമുക്ക് ഏകദേശം 35 മാർക്ക് ഉണ്ടാവും. 1, 2, 3, 4, 5 ഈ കാൽക്കുലസിന്റെ 5 ചാപ്റ്റേഴ്സിന് ഏകദേശം 35 മാർക്ക്. ആവറേജ് ഒരു ചാപ്റ്ററിൽ നിന്ന് 7 മാർക്ക് എന്നുള്ള കണക്കിൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സ് നിന്ന് കിട്ടും. അപ്പൊ ഇവരെ നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. ഒഴിവാക്കി പഠിച്ചിട്ട് ഇനി വലിയൊരു ക്ലാസ്സിലോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ ഇവരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇതിന് ഒത്തിരി ട്രിക്സുകളും ഷോർട്ട് കട്ട്സുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോട്ട്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും, ഇക്വേഷൻ ബുക്ക് ലിസ്റ്റ് കിട്ടും, എല്ലാം കിട്ടും.
അപ്പൊ നിങ്ങൾ ഒരാൾക്ക് പഠിച്ച എക്സാമിന് എത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. വളരെ വലിയൊരു കാര്യമല്ലേ മാത്സിന് +2 നല്ല മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും വലിയ വാല്യൂ ഉള്ളതാണ്. അത് നഷ്ടപ്പെടുന്നില്ല. 9ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് 10ാമത്തെ ചാപ്റ്റേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത 2 കുട്ടികളാണ്. ഒന്നാമത്തേത് വെക്ടേഴ്സ്, 11ാമത്തേത് 3 ഡയമെൻഷൻ ജോമെട്രി. ഈ 2 ചാപ്റ്റേഴ്സ് വലിയ കുഴപ്പമില്ല. നമുക്ക് മാർക്കൊക്കെ ഫുള്ള് എല്ലാവർക്കും വാങ്ങി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുഴപ്പമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതൊക്കെ ഉള്ളതെല്ലാം കിട്ടാൻ സാധ്യത അങ്ങനെ എക്സാമിന് വരുന്നുണ്ട്. അത്ര പ്രശ്നമില്ല. അപ്പൊ ഇവര് നമുക്ക് 2 പേർ കൂടെ ഏകദേശം നമുക്ക് ഇതിനകത്ത് 11 മാർക്കോളം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് 12ാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത് LPP ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. 6 മാർക്കിന്റെ ഒരു സിംഗിൾ ക്വസ്റ്റൻ ആണ് എക്സാമിന് വരുന്നത്. ഇത് എല്ലാവർക്കും ഈസിയാന്ന് പറയും, പക്ഷെ പലർക്കും അവസാനം വരുമ്പോൾ മാർക്ക് കിട്ടത്തില്ല. കാരണം അത് ചെയ്തു പോകുമ്പോൾ ഒരു കുഴപ്പം, ഇതൊക്കെ ക്ലാസ്സിൽ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും. അതെല്ലാം ടീച്ചർമാർ ചെയ്ത് കാണിക്കുന്നതിന്റെ രസമാണ്. പക്ഷെ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇത്തിരി പാട് തന്നെയാണ്. 6 മാർക്ക് കിട്ടാനുള്ള എല്ലാ വഴികളും നമ്മൾ തരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് ക്വസ്റ്റൻ വന്നാലും 6 മാർക്ക് എങ്ങനെ കിട്ടും സിമ്പിൾ ആയിട്ട്, വളരെ എളുപ്പത്തിൽ. സമയം 6 മാർക്ക് എന്ന് പറയുമ്പോൾ കുറെ പരിപാടി ഉണ്ട്. അതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റിയുടെ ഒരു പ്രശ്നം. ഈ കഴിഞ്ഞ 2 എക്സാംസിനും അതിനകത്ത് ഒരു വലിയ ക്വസ്റ്റൻ എക്സാമിന് വരുന്നത് പ്രശ്നമായിട്ടുണ്ട്. ഈ ലാസ്റ്റ് എക്സാം വളരെ പ്രശ്നമായിരുന്നു. ആർക്കുമേ എഴുതാൻ പറ്റാത്തൊരു എക്സാം ആയിരുന്നു. ആ ക്വസ്റ്റൻ ആയിരുന്നു ഈ ചാപ്റ്ററിൽ നിന്നും വന്നത്. പ്രോബബിലിറ്റി ഇതിനകത്ത് ഏകദേശം 7 മാർക്കോളം ഉണ്ട് കേട്ടോ. അപ്പൊ ഇവനെ നമുക്ക് കിട്ടാനും നല്ല ടഫാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏകദേശ ധാരണകൾ, കാര്യങ്ങളൊക്കെ പിടിയിട്ടല്ലോ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് നല്ലതുപോലെ നമ്മൾ നല്ലൊരു ആഗ്രഹത്തോടുകൂടി പഠിക്കണം, എന്നെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഈ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹവും പഠിച്ച് തീർക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് പേടിക്കും. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വീട്ടുകാരെയും പേടിപ്പിച്ച് നിങ്ങൾക്കും പേടിച്ച് പനിയും വന്ന് ആകെ പ്രശ്നമായി. എക്സാമിന് എത്തുമ്പോൾ വീട്ടുകാർക്കും വളരെ വിഷമം, മാർക്ക് കിട്ടുമ്പോൾ അതേപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള മാർക്ക്. എന്തിനാ ഇത്രയൊക്കെ സമയം ഉണ്ടായിട്ട് നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയൊരു കുഴിയിലോട്ട് ചാടാൻ പോകുന്നത്? അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുക, ഏറ്റവും ഉയരത്തിലോട്ട് എത്താനുള്ള ഒരു മനോധൈര്യം അല്ലെങ്കിൽ മനോവീര്യം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അത് നമ്മുടെ ക്ലാസ്സിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ ഇത് പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയും പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അല്ലാതെ ഒരു ചോദ്യങ്ങൾ കുറെ പഠിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആവുന്നില്ല. ലാസ്റ്റിൽ ഇതെങ്ങനെ പഠിച്ച് പരീക്ഷയ്ക്ക് എത്തുമ്പോൾ മാർക്ക് കിട്ടേണ്ട രീതിയിൽ കൂടെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതുകൂടെ അറിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഠിത്തത്തിന്റെ ഇമ്പോർട്ടൻസ്, വാല്യൂ ഒക്കെ നിങ്ങൾ ഉടൻ തന്നെ അറിഞ്ഞു തുടങ്ങും. അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് ഈ നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ള സത്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.